എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നമ്മുടെ നാട്ടിലെ ലൈസൻസ് എങ്ങനെ സ്മാർട്ട് കാർഡ് രീതിയിലാക്കാം എന്നാണ്. അതിനായിട്ട് നിങ്ങൾ എംപരിവാഹൻ്റെ സൈറ്റിൽ പോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസിനകത്ത് പ്രസ് ചെയ്യുക. അതിൽ ഓപ്പൺ ചെയ്ത് വരുന്ന സ്ക്രീനിനകത്ത് മേളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം DL സർവീസ് എന്ന് പറഞ്ഞ ഓരോ ഓപ്ഷനുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓപ്പൺ ചെയ്ത് വരുന്ന സ്ക്രീനിനകത്ത് കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പേജിൽ നിങ്ങളുടെ ലൈസൻസ് നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ അവിടെ താഴെ ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ട്. അവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു ഓപ്ഷനെ പ്രസ് ചെയ്യുക. ഇതിൽ ആദ്യം കാണുന്ന ഓപ്ഷന് ഈ ലൈസൻസ് നിങ്ങളുടെ തന്നെ ആണെന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് യെസ് കൊടുക്കണം. അത് കഴിഞ്ഞ് വരുന്ന ഓപ്ഷനകത്ത് നിങ്ങളുടെ RTO ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ RTO സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഇപ്പോൾ പത്തനംതിട്ടയാണ്, അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അടുത്തായിട്ട് പ്രൊസീഡ് കൊടുക്കുന്നു. അപ്പം അടുത്തൊരു പേജിലോട്ട് പോകുന്നു. അപ്പം ചിപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ വെച്ച് ഒരു പേജ് വരുന്നുണ്ട്. നമ്മുടെ എല്ലാം ഫോട്ടോ കാണിച്ച് ഒരു പേജ് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ പല കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഫോൺ നമ്പർ, അതുപോലെ തന്നെ Gmail ID, അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്യുന്നതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ്, അതുപോലെ നമ്മുടെ പിൻകോഡ്, അതെല്ലാം ചോദിക്കുന്നുണ്ട്. ലാൻഡ്മാർക്ക്, അതെല്ലാം കറക്റ്റായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെയും പിന്നെ ഓപ്ഷനുണ്ട്. അപ്പോൾ സെയിം ആസ് എബോ എന്ന് പറഞ്ഞുള്ള ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് കൺഫേം പ്രസ് ചെയ്യുന്നു. ഈ ഒരു വരുന്ന പേജിനകത്ത് റീപ്ലേസ്മെൻറ്റ് ഓഫ് DL എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുന്നു. ഈ വരുന്ന പേജിനകത്ത് സെൽഫ് ഡിക്ലറേഷൻ ഫോം ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ അങ്ങ് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൽഫായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷനാണ്. ഇത് എല്ലാം ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അത് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കും. പിന്നെയും കുറച്ചുകൂടെ ഡിക്ലറേഷനുണ്ട് അവരുടെ റൂളിനനുസരിച്ചുള്ള. അതും ടിക്ക് ചെയ്യുന്നു. അവിടെ കാണിച്ചിരിക്കുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. നമ്മുടെ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ അടുത്ത പേജിലോട്ട് പോകത്തുള്ളൂ. ഇനിയും വരുന്ന പേജിനകത്ത് നമ്മുടെ റെഫറൻസിനനുസരിച്ചുള്ള ഒരു സ്ലിപ്പ് കാണിക്കും. നമ്മുടെ അഡ്രസ്സും പിന്നെ അവരുടെ RTOയുടെ അഡ്രസ്സ് എല്ലാം വെച്ചിട്ട് ഈ പേജ് അങ്ങ് നെക്സ്റ്റ് അടിച്ച് വിട്ടാൽ മതി. ഇനി വരുന്ന പേജിനകത്ത് ഇതുപോലെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളൊരു പേജ് കാണാം. അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇതിൽ ഏറ്റവും താഴെ കാണുന്ന സെലക്ട് പോർട്ടൽ എന്ന് പറയുന്നുള്ള അത് സെലക്ട് ചെയ്യുന്നതും വേണ്ട. ക്യാപ്ച അടിച്ചിട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് സബ്മിറ്റ് കൊടുത്താൽ മതി. ഈ ഒരു സർവീസ് ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയതായതുകൊണ്ടാണ് 245 നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി അങ്ങോട്ട് ചെല്ലുന്നതോടും അതിൻ്റെ റേറ്റ് മാറും. ഇപ്പം വേണ്ടിയവർക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ അതിന് സെർച്ച് ചെയ്യണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു പേജാണിത്. അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ളത് ഞെക്കിയിട്ട് പ്രൊസീഡ് കൊടുക്കുന്നു. ഇതിൽ താഴോട്ട് വരുമ്പോൾ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. അത് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നു. ഇനിയും വരുന്ന ഈ ഒരു ഫോമിനകത്ത് നമ്മുടെ ഏതൊക്കെയാണ് നമ്മുടെ ഡോക്യുമെൻ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുമ്പം ഡോക്യുമെൻ്റ് നമ്പർ, ഇഷ്യൂഡ് ബൈ, ഇഷ്യൂ ഡേറ്റ്, കോൺടാക്റ്റ് നമ്പർ, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് ഡോക്യുമെൻ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ള ലൈസൻസിൻ്റെ പുറകിലായിട്ട് തുടക്കം ഒരു ആൽഫബറ്റും പിന്നെ ഒരു 7 ഡിജിറ്റ് നമ്പറും കൂടെ ഉള്ളൊരു നമ്പർ ഈ ഒരു ലൈസൻസിൻ്റെ പുറകിലുണ്ട്. അതാണ് ഡോക്യുമെൻ്റ് നമ്പറായിട്ട് എഴുതേണ്ടത്.
പിന്നെ ഇഷ്യൂഡ് ബൈ എന്ന് പറയുന്ന ഈ MVD എന്ന് കൊടുത്താൽ മതി. ബാക്കി മൊബൈൽ നമ്പർ എല്ലാം അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈസൻസിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന പേജിനകത്താണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തത് ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. ആ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴും നമുക്ക് ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് വരും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള പേജിനകത്ത് നമ്മുടെ അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. ഈ ഒരു വരുന്ന പേജിനകത്ത് അവർ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചർ നമ്മൾ ഇടുന്ന ആ ഒരു ഫോട്ടോയും 10 KB അല്ലെങ്കിൽ 20 KBക്കകത്ത് സൈസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സൈറ്റിനകത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് സൈസ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഇമേജ് സൈസ് റെഡ്യൂസർ എന്ന് പറയുന്ന സൈറ്റുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് സൈസ് അത് റെഡ്യൂസ് ചെയ്ത് എടുത്തിട്ട് ഗ്യാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പം സക്സസ്ഫുള്ളായിട്ട് ഇൻസേർട്ട് എന്ന് കാണിക്കും. എന്നിട്ട് നെക്സ്റ്റ് അടിച്ച് കൊടുക്കും. ഇത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇത് ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ വരുന്ന പേജിനകത്ത് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഫീ പേയ്മെൻ്റ് ആണ്. ഇനിയും വരുന്ന പേജിനകത്ത് അവർ ഫീ എല്ലാം കൂടെ ചേർത്ത് 245 രൂപയാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞുള്ള ഓപ്ഷനിൽ ബാങ്ക് ഗേറ്റ്വേ സെലക്ട് ചെയ്യുക. അത് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ഒരു ക്യാപ്ച ഉണ്ട്. അതും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് പേ നൗ കൊടുക്കുന്നു. പേ നൗ കൊടുക്കുമ്പോൾ ഒരു എഗ്രി ചെയ്യാനായിട്ട് ഒരു ചെറിയ കോളം ഉണ്ട്. അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് എങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. ATM കാർഡ് വഴിയാണോ അല്ലെങ്കിൽ UPI വഴിയാണോ, ഏതായാലും 245 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവും. അടുത്തതായിട്ട് ഒരു സ്ക്രീൻ വരുന്നത് പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു സ്ക്രീനായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്മാർട്ട് കാർഡായിട്ടുള്ള ലൈസൻസ് നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സിൽ നമ്മുടെ വീട്ടിൽ വരും 2 ആഴ്ചയ്ക്കുള്ളിൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.